നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തായ്ക്കണ്ടിയിലെ എച്ചിൽ വാങ്ങി തിന്നിട്ട് അവിടെ നിന്ന് കുറച്ചോണം. മൊത്തം പാർട്ടിയെ വലിച്ചിഴയ്ക്കാൻ നിൽക്കരുത്. പിണറായി കുടുംബത്തെ വെളുപ്പിക്കാൻ നെടുനീളത്തിൽ ലേഖനം തള്ളിയ ദേശാഭിമാനിയെ വലിച്ചു കീറി നട്ടലുള്ള സഖാക്കൾ. വിജയൻ എഴുതി തരുന്നത് ഫ്രണ്ട് കോളം വാർത്ത കൊടുത്ത് ഇതാണ് CPM നിലപാടെന്ന് പറയാൻ വന്നേക്കരുത്. പാർട്ടി പത്രം വലിച്ചു കീറി എറിഞ്ഞ് ചങ്കൂറ്റത്തോടെ ചിലതൊക്കെ പച്ചയ്ക്ക് ചോദിച്ച് ഒരു കൂട്ടർ രംഗത്ത്. പിണറായി കുടുംബത്തെ വെളുപ്പിക്കാൻ മെഴുകൽ അടങ്കലേറ്റെടുത്തിരിക്കുന്ന ദേശാഭിമാനി നിന്ന് നാറിപ്പുഴുക്കുന്നു. ചോദ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ ഗോവിന്ദനും പിണറായിയും ഒക്കെ പരുങ്ങലിലാണ്. വീണയുടെ മാസപ്പടി കേസിൽ റിയാസിലേക്കും അന്വേഷണം നീളുമ്പോൾ ഇത് വേട്ടയാടലെന്നും പറഞ്ഞ് ദേശാഭിമാനി ഒരൊറ്റ മോങ്ങലാണ്. എന്നാൽ അന്വേഷണത്തിലൂടെ സത്യം തെളിയട്ടെ എന്ന് പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ നിലപാട്. കോടിയേരിയുടെ മക്കളുടെ വിവാദങ്ങളിലും കേസിലും എന്ത് നിലപാടായിരുന്നോ പാർട്ടി സ്വീകരിച്ചത്, ആ നിലപാട് തന്നെ മതി വീണയുടെ കാര്യത്തിലെന്നും കട്ടായം കടുപ്പിച്ച് പാർട്ടിയിലെ പിണറായി എതിരാളികൾ. വീണ തായ്ക്കണ്ടിക്കെതിരെ നടക്കുന്ന ED അന്വേഷണത്തിനെതിരെ മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് ദേശാഭിമാനി ദിനപത്രം. EDയുടെ രാഷ്ട്രീയ വേട്ട വിലപ്പോകില്ലെന്നും അന്വേഷണത്തിന്റെ പേരിൽ ഭീകരത സൃഷ്ടിക്കുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപസർപ്പക കഥകൾ മെനയുകയാണ്. കേസ് വലിച്ചു നീട്ടുന്നത് ദുരൂഹമാണെന്നും വ്യക്തികൾക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ നേതാക്കളെ ലക്ഷ്യമിടുന്നത് പകപോക്കലാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പടപ്പുറപ്പാടുകളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന ബഹുജന സമരത്തിൽ ആശയപരമായും ധാർമ്മികമായും ഇടപെട്ട് മോദി സർക്കാരിനെ മുട്ടുകുത്തിക്കുന്നതിൽ CPM നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇതിനുശേഷമാണ് പുതിയ ആരോപണങ്ങളുമായി EDയുടെ പുതിയ വിളയാട്ടമെന്ന് പാർട്ടിയുടെ മുഖപത്രം ദേശാഭിമാനി അങ്ങ് തള്ളിമറിച്ച് എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ വീണയ്ക്കെതിരെ നടക്കുന്ന ED അന്വേഷണം അത് കേന്ദ്ര സർക്കാർ പകപോക്കുന്നതാണ്. ജന്തർ മന്ദറിൽ CPM സമരത്തിൽ പങ്കാളികളായതുകൊണ്ടാണ് ഇങ്ങനെ വേട്ടയാടൽ നടത്തുന്നത് എന്ന് ദേശാഭിമാനി എഴുതിയിരിക്കുന്നത്. അല്പം ഉളുപ്പുണ്ടോ പാർട്ടി പത്രമേ എന്ന് ചോദിക്കാതെ വേറെ നിവർത്തിയില്ല. കാരണം വീണയ്ക്കെതിരായ അന്വേഷണം ജന്തർ മന്ദറിൽ സമരം തുടങ്ങിയതിന് ശേഷമാണോ ഉണ്ടായത്? വീണയ്ക്കെതിരായ അന്വേഷണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം മുതൽ തുടങ്ങിയതാണ്. ആദ്യം SFIOയുടെ അന്വേഷണം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ED കളത്തിലേക്ക് വരുന്നത്. അങ്ങനെ അന്വേഷണം തകൃതിയായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ഇത് ജന്തർ മന്ദറിൽ സമരം നടത്തിയതുകൊണ്ട് വേട്ടയാടുന്നതാണ് എന്ന് പറയാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ ഈ ദേശാഭിമാനിക്ക്. CMRL എക്സാലോജിക് വിവാദത്തിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന ED പരിശോധനകളും ഇതിന്റെ തുടർച്ച മാത്രമാണ് എന്നാണ് ദേശാഭിമാനി എഴുതിയിരിക്കുന്നത്. പാർട്ടി നേതാക്കളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളിലേക്ക് കടന്നു കയറി അന്വേഷണത്തിന്റെ പേരിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നും ദേശാഭിമാനി അങ്ങ് പടച്ചെഴുതി വിട്ടിട്ടുണ്ട്. ഈ ദേശാഭിമാനിയോട് ചോദിക്കാനുള്ളത്, മാസപ്പടി വാങ്ങി എന്നുള്ളത് കള്ളം പ്രചരിപ്പിക്കലാണോ, അതോ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയെടുത്ത് ED ഇപ്പോൾ അന്വേഷണം നടത്തുന്നതാണോ? ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിനോടങ്ങ് സഹകരിച്ചാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? അവർ അന്വേഷണം നടത്തി പോയിക്കൊള്ളും, പക്ഷെ അപ്പോഴേക്കും ഞങ്ങളെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞ് എന്തിനാണിങ്ങനെ മോങ്ങിക്കരയുന്നത്? ദേശാഭിമാനിക്ക് അത്ര വലിയ ഏനക്കേടാണെങ്കിൽ വീണ വിജയനോട് പോയി പറയൂ അവരുടെ കമ്പനിയുടെ രേഖകൾ, തെളിവുകൾ ED ഉദ്യോഗസ്ഥർക്ക് കൊണ്ടുകൊടുക്കാൻ. അന്വേഷണം ഇത്രയും മുൻപോട്ട് പോയല്ലോ. 2 തവണ വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു. ഈ 2 തവണയും എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ കൈമാറാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അവർക്കതിന് കഴിയാത്തത്? എക്സാലോജിക് എന്ന കമ്പനി അവരുടേതാണല്ലോ. പക്ഷേ ആ കമ്പനിയെക്കുറിച്ച് എന്ത് ചോദിച്ചാലും എനക്കറിയാൻ പാടില്ല എന്നുള്ള ഒരു സ്ഥിരം ഡയലോഗാണ് വീണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയില്ല, മറന്നുപോയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതൊക്കെയാണ് EDയിൽ സംശയം ജനിപ്പിക്കുന്നത്. അതുമാത്രമല്ല, മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം പോകുമ്പോൾ അതിന്റെ തെളിവ്, അതായത് അവിടെ റെയ്ഡ് നടത്താൻ EDക്ക് കിട്ടിയ തെളിവ്, വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന മുഹമ്മദ് റിയാസിലേക്കും റിയാസിന്റെ സുഹൃത്തുക്കളിലേക്കും വലിയ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഇതിന്റെ വേര് തപ്പുകയാണ് ED ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണയുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് റിയാസും റിയാസിന്റെ ചില സുഹൃത്തുക്കളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു, അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നു. അതിനോടങ്ങ് സഹകരിച്ചാൽ പോരെ? എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുന്ന പ്രവണത കേന്ദ്ര ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
മോദി സർക്കാർ അധികാരത്തിലേറിയതോടെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വ്യാപകമായി ഉപയോഗിക്കുകയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിനും BJPക്കുമെതിരെ പ്രതിപക്ഷം ശക്തമായ നിലപാടെടുക്കുമ്പോഴാണ് ഇത്തരം സമീപനം മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സർക്കാരിനെതിരെ വിമർശിക്കുന്ന മാധ്യമങ്ങളെ ED ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് നിശബ്ദമാക്കാൻ ശ്രമിച്ചതിന്റെ നിരവധി അനുഭവങ്ങളുണ്ട്. CMRL എക്സാലോജിക് വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പേരിൽ CPIMനെയും പാർട്ടി നേതാക്കളെയും ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ വീണ്ടും പ്രസക്തമാകുന്നത്. പാർട്ടി നേതാക്കളുടെ സുഹൃത്തുക്കളിലേക്കും കടന്നുചെന്ന് അന്വേഷണത്തിന്റെ പേരിൽ ഭീകരത സൃഷ്ടിക്കുകയാണ്. അപസർപ്പക കഥകൾ മെനയുന്നതും കേസ് വലിച്ചു നീട്ടുന്നതും ദുരൂഹമാണ്. അന്വേഷണ ഏജൻസികളുടെ ചുമതല കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും നിയമാനുസൃതമായ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കോടതികളിൽ റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട് എന്നല്ലാതെ മാധ്യമങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കാറില്ല. അന്വേഷണത്തിന്റെ പേരിൽ മാധ്യമങ്ങളിൽ ആരോപണങ്ങളുടെ പെരുമഴ സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപകരണമാക്കുന്നതിന്റെ ഭാഗമാണ്. ED കണ്ടെത്തി, അന്വേഷണത്തിൽ തെളിഞ്ഞു തുടങ്ങിയ തലക്കെട്ടുകൾ പലപ്പോഴും കോടതി കണ്ടെത്തിയ വസ്തുതകൾ എന്ന മട്ടിലാണ് മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. ചില സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും CPIM നേതാക്കളെ മാത്രമല്ല പാർട്ടിയെ തന്നെ പ്രതി ചേർത്ത വിചിത്ര സംഭവമുണ്ടായി. ഒരു സ്ഥാപനത്തിനോ വ്യക്തികൾക്കോ എതിരെ ഉയരുന്ന ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിന്റെ പരിധി കടന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അതിന്റെ നേതാക്കളെയും അവരുമായി ബന്ധമുള്ളവരെയും ലക്ഷ്യമിട്ട് പരിശോധനകൾ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ്. അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കണം, സാമ്പത്തിക ക്രമക്കേടുണ്ടെങ്കിൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരണം. എന്നാൽ സമാനമായ ആരോപണം നേരിടുന്നവരെ പറ്റി അന്വേഷണം ഉണ്ടാകുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടും BJP നേതാക്കൾക്കെതിരെ അന്വേഷണ ഏജൻസികളുടെ സമീപനം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അന്വേഷണം നേരിടുന്നവർ BJPയിൽ ചേർന്നാൽ അവരുടെ പേരിലുള്ള കേസുകൾ ഇല്ലാതാകുന്ന പ്രവണതയ്ക്കും രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോലാഹലം സൃഷ്ടിക്കുന്ന കേസിൽ 182 കോടി രൂപയുടെ ക്രമക്കേടാണ് കേന്ദ്ര ഏജൻസികൾ നേരത്തെ ആരോപിച്ചത്. നിലവിൽ ഒരാൾക്കെതിരെ പറയുന്ന 2 കോടി കഴിച്ച് ബാക്കി 180 കോടി രൂപയുടെ ഇടപാടിനെക്കുറിച്ച് ED അന്വേഷിച്ചോ? ബാങ്ക് വഴി വാങ്ങുകയും ആദായ നികുതി അടയ്ക്കുകയും ചെയ്തത് സാമ്പത്തിക തട്ടിപ്പാണെന്ന് ആരോപിക്കുന്നു. അതേസമയം UDF നേതാക്കളും ഇപ്പോൾ ED പ്രചാരണം ഏറ്റെടുത്ത മാധ്യമങ്ങളും പല വിധത്തിൽ കോടികൾ വാങ്ങിയിട്ടുള്ളതായി പറയുന്നു. ഇതേക്കുറിച്ച് അന്വേഷണവുമില്ല. ഈ രാഷ്ട്രീയ നാടകങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും. CPIMനെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താൻ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കാമെന്ന ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ അത് ചരിത്രത്തെ അറിയാത്തവരുടെ കണക്കുകൂട്ടലാണ്. ജയിലറകൾ കണ്ടും നിരോധനങ്ങൾ നേരിട്ടും പോലീസ് മർദ്ദനം സഹിച്ചും രക്തസാക്ഷിത്വങ്ങൾ ഏറ്റുവാങ്ങിയും വളർന്ന പ്രസ്ഥാനമാണിത്. കേരളത്തിൽ CPIM കരുത്താർജിച്ചത് ഏതെങ്കിലും അധികാരങ്ങളുടെയും മാധ്യമങ്ങളുടെയും പ്രോത്സാഹനം കൊണ്ടല്ല. തൊഴിലാളികളുടെയും കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ദശാബ്ദങ്ങളിലൂടെ നേടിയെടുത്ത ജനകീയ പിന്തുണയാണത്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്തി CPMനെ ദുർബലപ്പെടുത്താമെന്നാരും വ്യാമോഹിക്കേണ്ട. ഇത്തരം ഏത് നീക്കത്തെയും ജനാധിപത്യപരമായും നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനുള്ള കരുത്തും ആർജവവും CPMനുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ നടന്ന ജന്തർ മന്തർ സമരത്തിൽ ആശയപരമായും ധാർമ്മികമായും ഇടപെട്ട് മോദി സർക്കാരിനെ മുട്ടുകുത്തിക്കുന്നതിൽ CPM നിർണായക പങ്കുവഹിച്ചു. ഇതിനുശേഷമാണ് EDയുടെ പുതിയ വിളയാട്ട്. അന്വേഷണ ഏജൻസികൾ ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകുന്നില്ല. FIRൽ പേര് വന്നതുകൊണ്ടും റെയ്ഡ് നടക്കുന്നതുകൊണ്ടും മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതുകൊണ്ടും കുറ്റം തെളിയുന്നില്ല. കുറ്റം തെളിയേണ്ടത് കോടതിയിലാണ്. ഡൽഹി മദ്യനയ കേസിലും അന്വേഷണ ഏജൻസികളുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ പ്രചാരണം നേടിയിരുന്നു. പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ല എന്ന് കണ്ടാണ് കേജ്രിവാളിനെതിരായ കേസ് ഡൽഹി കോടതി തള്ളിയത്. മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥ പ്രകാരമാണ് കേസെടുത്തതെന്നും വിശ്വസനീയ തെളിവൊന്നും മുന്നോട്ട് വയ്ക്കാൻ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കി. ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യത പലതവണ കോടതികളിൽ തകർന്നടിഞ്ഞതാണ്. ആധിപത്യത്തിൽ മാധ്യമങ്ങളുടെ കടമ അന്വേഷണ ഏജൻസികളുടെ പത്രക്കുറിപ്പുകൾ പകർത്തി പ്രസിദ്ധീകരിക്കുക എന്നതല്ല. ആരോപണം തന്നെ വിധിയായി അവതരിപ്പിക്കുമ്പോൾ മാധ്യമ പ്രവർത്തനം അധികാരത്തിന്റെ
പ്രചാരണ തന്ത്രമായി മാറുന്നു. ഇത്തരം കളികളൊന്നും ഞങ്ങളോട് വില പോകില്ല എന്നും ഒരുപാട് വേട്ടയാടലുകൾ കണ്ടാണ് ഇവിടെ വരെ എത്തിയതെന്നും ദേശാഭിമാനി തള്ളി മറിക്കുന്നത്. ഈ പറയുന്ന ദേശാഭിമാനിയോട് നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ രോഷം കൊള്ളുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വീണ വിജയന് നേരെ ഒരു അന്വേഷണം വരുന്നു. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല കോണിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൻ്റെ അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന തുകകൾ എങ്ങനെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ റിയാസിലേക്കും റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്കും എത്തിയെന്ന് അന്വേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നു. സ്വാഭാവികമായ നടപടിയാണത്. എന്നാൽ ഒരു റെയ്ഡുമായിട്ട് ED വീണ്ടും ഇറങ്ങിയതോടെ അങ്ങ് കലി തുള്ളുകയാണ് CPM-ന്. ഇപ്പോഴും നിങ്ങളോട് പറയുകയാണ്, അന്വേഷണം നടക്കുന്നത് വീണ വിജയനെതിരെയാണ്. എന്നിട്ടും അതിനെ വേട്ടയാടൽ എന്ന് തള്ളിമറിക്കണമെങ്കിൽ നിങ്ങൾ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് ഭയക്കാൻ എന്തൊക്കെയോ ഉള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് വീണ വിജയൻ ഇതുവരെ അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ പറയുന്ന അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല? അവരുടെ പേരിലല്ലേ കമ്പനി ഉള്ളത്, അവരല്ലേ അതിൻ്റെ MD. എന്നിട്ടും ആ കമ്പനി മറ്റൊരു കമ്പനിക്ക് നടത്തിയ സേവനങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനക്കറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അന്വേഷണ സംഘം പിന്നെ എന്താണ് അതിൽ നിന്ന് കരുതേണ്ടത്? പിണറായി വിജയന്റെ മകളായി പോയതുകൊണ്ട് അവരെക്കുറിച്ച് അന്വേഷണം നടത്തരുത് എന്നാണോ? ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു എന്നൊക്കെ പറയുമ്പോൾ 10 വർഷം പിണറായിക്കെതിരെ എത്ര ആരോപണങ്ങൾ വന്നു. അപ്പോഴെല്ലാം കേന്ദ്രത്തിന്റെ കാല് പിടിച്ച് അതെല്ലാം ഒതുക്കി തീർത്ത ചരിത്രം നമ്മൾ കണ്ടതാണ്. പിന്നെ ഇപ്പോൾ അങ്ങ് രോഷം കൊള്ളുകയാണ്. ഇതൊന്നും കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കേണ്ട, ഞങ്ങൾ അടിയും തടയും ഒക്കെ കഴിഞ്ഞു വന്നവരാണ്, വേട്ടയാടൽ കഴിഞ്ഞു വന്നവരാണ്, തുറുങ്കിൽ കിടന്നവരാണ് എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്നവരോട്, ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് എന്നൊക്കെ തള്ളിമറിക്കുന്നവരോട് ഈ പറയുന്ന നേതാക്കൾ, അതായത് തൊഴിലാളി പാർട്ടി എന്ന് നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടല്ലോ, ഇതിലെ ഏതൊക്കെ നേതാക്കളാണ് ഇന്നും തൊഴിലാളികളായി തന്നെ ജീവിക്കുന്നത്? കോടാനുകോടികളുടെ ആസ്തിയാണ് ഓരോ CPM നേതാക്കൾക്കുമുള്ളത്. എവിടുന്ന് കിട്ടി ഇവർക്ക് ഇത്രത്തോളം കോടികൾ? മറുപടി പറയണ്ടേ? തൊഴിലാളി പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ടാണ് ഇവരൊക്കെ വളർന്നു വന്നത്. പിന്നെ ജയിലിൽ കിടന്ന് ഞങ്ങൾ അടി കൊണ്ടതാണ്, അടി കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നവരോട് ഇവിടെ വീണ വിജയനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഈ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ ഈ CPM മുഴുവൻ അങ്ങ് ഇളകി ഇറങ്ങുന്നത് എന്തിനാണ്? ഈ വീണ വിജയൻ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണോ? അവർക്കൊരു പാർട്ടി അംഗത്വം പോലും ഉണ്ടോ? എന്നിട്ടും അങ്ങ് കിടന്ന് കുരയ്ക്കുകയാണ് വീണ വിജയന് വേണ്ടിയിട്ട്. ഒരു പാർട്ടി പത്രം തന്നെ വന്ന് നിന്നങ്ങും മെഴുകുന്നു. എന്തായാലും അന്വേഷണവുമായി ED ഇപ്പോൾ മുന്നോട്ട് പോകുന്നതാണ് ഇവരെയൊക്കെ വല്ലാതെ വിറളി പിടിപ്പിക്കുന്നത്. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ പിണറായി വിജയൻ എഴുതി കൊടുത്ത തിരക്കഥ അതേപോലെ ദേശാഭിമാനി അച്ചടിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെയാണിപ്പോൾ സഖാക്കൾ വലിയ വിമർശനം ഉന്നയിക്കുന്നത്. എന്തിന് വീണ വിജയനെ താങ്ങുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് ED പത്രക്കുറിപ്പ് ഇറക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണ് CPM പറയുന്നത്. സാധാരണ അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കാത്ത രീതിയിൽ കുറിപ്പിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്ന് പ്രത്യേകമായി പരാമർശിച്ചത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം CPM-ന്റെ മുൻനിര നേതാക്കളെ ഉന്നമിട്ടാകാനുള്ള സാധ്യതയേറിയതോടെ ശക്തമായ രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് പാർട്ടി കടന്നിരിക്കുകയാണ്. എക്സാലോജിക് വിഷയം പാർട്ടിയുടെ നേരിട്ടുള്ള പരിഗണനാ വിഷയമല്ല എന്ന നിലപാടിലാകും CPM നിൽക്കുക. മറിച്ച് കേസുകളുടെ മറവിൽ പാർട്ടി നേതൃത്വത്തെയും ഭരണത്തെയും തകർക്കാൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയാണ് പൊരുതുന്നത് എന്ന രാഷ്ട്രീയമായി സ്ഥാപിക്കാനാണ് CPM ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം നീളുമെന്ന സൂചന ഉള്ളതിനാൽ തന്നെ ജനകീയ ബോധവൽക്കരണത്തിലൂടെ പ്രതിരോധം തീർക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അണികളെ മുന്നിലേക്കിറക്കി കളി നടത്താനുള്ള നീക്കം. മുൻപ് ED റെയ്ഡിന് വന്നപ്പോൾ ഈ പറയുന്ന അണികളെ ഇറക്കി അവരെ അടിച്ചോടിക്കാൻ നീക്കം നടത്തിയില്ലേ, അതേപോലത്തെ ഒരു നീക്കമാണ് ഇപ്പോഴും ഇവർ പ്ലാൻ ചെയ്യുന്നത്. നേതാക്കന്മാരൊക്കെ പിന്നിൽ നിൽക്കും. അണികളെ മുന്നിലേക്ക് ഇറക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രതിഷേധം നടത്തിക്കൊള്ളൂ എന്നങ്ങ് ആഹ്വാനം ചെയ്യും. അതാണ് ഇപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും റിയാസിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ ED നീക്കം നടത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതോടെയാണ് ഞങ്ങളുടെ നേതാക്കളെ വേട്ടയാടുന്നേ എന്നും പറഞ്ഞുകൊണ്ട് CPM ഇപ്പോൾ ചാടി ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ CPM-ൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഭിന്നതയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ പാർട്ടി എന്തിനതിൽ ഇടപെടണമെന്ന് ഒരു കൂട്ടർ ചോദിക്കുന്നു. എന്നാൽ ഇത് പാർട്ടിയെ വേട്ടയാടലാണ്, എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് മറ്റൊരു കൂട്ടരും വാദിക്കുന്നു. അങ്ങനെ പാർട്ടിയിൽ തന്നെ ഇപ്പോൾ കൂട്ടയടി നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്
മലയാളി വാർത്ത.